അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഭർത്താവിൻ്റെ കടങ്ങളെല്ലാം വീട് കിട്ടണം, എൻ്റെ ഭർത്താവിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നീങ്ങി കിട്ടണം എന്നുള്ളത് അല്ലേ? എങ്കിൽ അങ്ങനെയുള്ള ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ വളരെ വളരെ വിഷമത്തിലും പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം പതിവാക്കിക്കോളൂ. ഇൻഷാ അല്ലാ. വെറും 7 ദിവസം ഇത് പതിവാക്കിയാൽ മാത്രം മതി. നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഭർത്താക്കന്മാർക്ക് സന്തോഷം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബത്തിലും സന്തോഷം ലഭിക്കുകയുള്ളൂ, ഇല്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടാൻ ഉള്ള വഴികൾ കണ്ടെത്തുക. നമ്മളാൽ കഴിയുന്നത് നമ്മൾ അള്ളാഹുവിനോട് പറയുക. നമ്മളെക്കൊണ്ട് അതേ സാധിക്കൂ. അല്ലാതെ ജോലിക്ക് പോയിട്ടോ അങ്ങനെയൊക്കെ കഴിയുന്നവരാണെങ്കിൽ അവരെ പണം കൊണ്ട് സഹായിക്കും. അങ്ങനെ ഒന്നും ജോലിക്കോ അങ്ങനെ ഒന്നും പോകാൻ കഴിയാത്ത സ്ത്രീകൾ അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തി അവൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും അതിനുള്ള ഉത്തരം അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കാട്ടിച്ചു തരുന്നതാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ വെറും 7 ദിവസം എല്ലാ സുബഹി നമസ്കാരത്തിന് ശേഷവും 249 പ്രാവശ്യം പതിവാക്കുക. എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നേടിയെടുത്തത് ഞാൻ ഈ ഒരു ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ടാണ്. ഇനി ഭർത്താവിൻ്റെ പിണക്കം മാറ്റാനായിക്കോട്ടെ, ജോലിയിൽ വർധനവ്, കടങ്ങൾ വീട് കിട്ടാൻ വേണ്ടിയിട്ട്, എന്തുമായിക്കോട്ടെ എല്ലാം നീക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ പതിവാക്കിക്കോളൂ. ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള വഴി നമുക്ക് കാണിച്ചു തരുക തന്നെ ചെയ്യും. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു തആലയെ ദൃഢമായി വിശ്വസിക്കുക. മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ അവർ എന്തെങ്കിലും വാക്കുകൊണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പൊരുത്തം ചോദിക്കുക. അവരുടെ കണ്ണുനീര് വീണാൽ ഒരിക്കലും നമ്മൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ പൊരുത്തമാണ് നമുക്കെല്ലാവർക്കും ആദ്യം വേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കാൻ. ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു ആയിരിക്കും. പക്ഷേ എന്തോ മാപ്പ് ചോദിക്കാൻ ഒരു മടി. അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മാതാപിതാക്കളാണ്. പിന്നെ നമ്മളല്ലാതെ വേറെ ആരാണ് അവർക്കുള്ളത് നമുക്കുള്ളത്? അതുകൊണ്ട് നമ്മൾ ഒരു മടിയും കൂടാതെ അവരുടെ മാപ്പ് ചോദിക്കുക. ഉറപ്പായിട്ടും അവർ നമുക്ക് മാപ്പ് തരിക തന്നെ ചെയ്യും. കാരണം ഒരു മാതാപിതാക്കളും തൻ്റെ മക്കള് വിഷമിക്കാൻ, താഴാൻ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരോട് പോയി പൊരുത്തം ചോദിക്കുക. പിന്നീടുള്ള ഒരു കാര്യമാണ്, നമസ്കാരം ഖളാ ആക്കാൻ പാടില്ല. ഇനി അത്യാവശ്യം എന്തെങ്കിലും കാര്യമാണ് എങ്കിൽ മാത്രം, അതും നമ്മൾ നമസ്കാരം ഒഴിവാക്കിയിട്ടല്ല, നമസ്കരിക്കണം. പക്ഷേ കറക്റ്റ് സമയത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എത്ര ജോലി തിരക്കാണെങ്കിലും നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം അത്രയ്ക്ക് മഹത്വം. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളിപ്പോൾ നമസ്കാരം ഉപേക്ഷിച്ച് ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് നടക്കും എന്ന് എന്താണ് ഉറപ്പുള്ളത്? അതല്ല, മറിച്ച് നമ്മൾ നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിന് ഇറങ്ങിച്ചെല്ലും. ഉറപ്പായിട്ടും അള്ളാഹു നമ്മൾ പോലും അറിയാതെ അള്ളാഹു സുബ്ഹാനഹു തആല അതെല്ലാം നോക്കിക്കൊള്ളും. ഇൻഷാ അല്ലാഹ്. നമ്മൾ ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാൽ സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം എന്ന ഈ ഒരു ദിക്ർ 249 പ്രാവശ്യം എല്ലാ സുബഹി നമസ്കാരത്തിന് ശേഷവും ചൊല്ലുക. അങ്ങനെ 7 ദിവസം അടുപ്പിച്ച് തുടർച്ചയായി ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുന്നതാണ്. ഉറപ്പാണ്. ആത്മാർത്ഥമായിട്ട് ഇരു കൈകളും നീട്ടി അള്ളാഹുവിനോട് ചോദിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള മാർഗ്ഗം നിനക്ക് തന്നിരിക്കും ഇൻഷാ അല്ലാഹ്. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.